स्वागत है आपकी फेवरेट रिएक्शन टाइम में। और आज हम लेके आए एक्शन हीरो बीजू के सीन 6 का रिएक्शन। और लास्ट सीन जो था उसमें हमने देखा है कि यहाँ पे इनके पास ना यार केसेस तो मतलब एक के बाद एक आते हैं, लाइक यार से रुक ही नहीं रहा है, कुछ होता है फिर कुछ और होता है फिर कुछ और होता है। इसकी वजह से मूवी बहुत ही ज़्यादा इंटेंस वाली है। और अगर आप इसका सिर्फ समरी बताओगे ना मुझे कि भाई एक मूवी है जिसमें बस एक पुलिस जो है ना वो केसेस सॉल्व करती रहती है, शायद इतना इंटरेस्टिंग सुनने में ना लगे, पर बहुत ही फन तरीके से बना है। देखते फिर आगे क्या होगा, तो आप भी देखो, हम देखते हैं। ഏത് ഹോസ്പിറ്റലിൽ? ശരി ശരി, അവിടെ വരാം. ശരി സാർ, ഓക്കെ. സാറേ എനിക്ക് അവിടെ കാണാം സാറേ. ഒന്ന് ചുമ്മാ ഇനി ഓൾറെഡി സസ്പെൻഷനിലാണ്. എന്റെ പണി കളയാൻ വേണ്ടിയിട്ടാണ്. സാറേ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ വരെ പോകണം. नहीं था वो, मुझे माफ करो. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? അയാൾ എന്നോട് ഒന്നും പറഞ്ഞൊന്നുമില്ല. അയാള് എന്റെ മാല ഞാൻ അലറിയപ്പോ തലക്കടിച്ചു. ഇല്ല ഹരിയേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, വേദന കുറവുണ്ട്. ഇയാളെ കാണാൻ എങ്ങനെയായിരുന്നു? ഏകദേശം കറുത്തിട്ട് നല്ല നല്ല പൊക്കമുണ്ടായിരുന്നു. എന്ത് വേഷമാണ് ധരിച്ചിരുന്നത്? അതൊരു ടീഷർട്ടായിരുന്നു, ഒരു ഗ്രേ കളറ് അല്ല, ഒരു കറുത്ത് ഡാർക്ക് ഷെയ്ഡിലെ ഒരു ബ്രൗൺ. എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല. വീട്ടില് വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? ഹരിയേട്ടൻ പുറത്തായിരുന്നേ. മോൻ ട്യൂഷന് അവൻ സ്കൂളിൽ പോയി പിന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോ 8:30 ബൈക്കിന്റെ ശബ്ദം വല്ലതും കേട്ടിരുന്നോ? ബൈക്ക് സ്റ്റാർട്ട് ആകുന്ന പോലെ എന്തെങ്കിലും? ആ, ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആളെ കണ്ട് തിരിച്ചറിയാൻ പറ്റുമോ? ഇവരാരെങ്കിലും ആണോ നോക്കി? അല്ല, ഇവരാരും അല്ല. കൺട്രോൾ 18 മൊബൈൽ. നേരത്തെ പറഞ്ഞിരുന്ന കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. സ്നാച്ചിങ് കേസ് ആണോന്ന് സംശയമുണ്ട്. ഞാൻ നേരത്തെ ഒരു മെസ്സേജ് പാസ് ചെയ്തിരുന്നു, ഒരു ബ്ലാക്ക് പൾസറിന്റെ. അയാൾ തന്നെയാണോന്ന് സംശയമുണ്ട്. ഓൾ സ്റ്റേഷൻ മെസ്സേജ് കൊടുക്കുക. എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ കൺട്രോൾ ഓണായിട്ട് അറിയിക്കാം. എടാ, അവരുടെ വീട്ടിലൊന്ന് പോണം, സീനൊന്ന് ചെക്ക് ചെയ്യണം. दीवार पे हाँ, suspicious. तो हॉरर मूवीज में होता है. ये क्या है? हाँ, वो क्राइम सीन एकदम प्रॉपर. ओ ब्लड. वो तो उनके सर से निकला ना. അടുക്കള വഴിക്കാണ് ഇറങ്ങി ഓടിയത് എന്നാണ് അവര് പറഞ്ഞത്. സാറ് ബൈക്കിലൊക്കെ വന്നിട്ടാണ് മാലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോഴതല്ല, ഇപ്പൊ വീട്ടിൽ കയറി തലക്കടിച്ചിട്ടാണ് മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. उनके बेटे का ढूंढना क्या चाह रहे हैं? आमिर खान. ओ, कोई निकला. ड्रग्स. माल. इनका बेटा ड्रग्स करता था. സാർ, ഇതൊരു ട്രൂ കേസാണോ സംശയമുണ്ട് സാറേ? ओ, കാരണം അവരുടെ മൊഴിയും ഈ സീനും തമ്മിൽ കുറച്ച് കോൺട്രഡിക്ഷൻ ഉണ്ട്. उससे केस ही जरूरी नहीं लग रहा. ട്രിവാൻഡ്രം സെഷൻസ് കോടതിയിൽ ഒരു വാറന്റ് ഉണ്ട്, അതിന് പോയിക്കൊണ്ടിരിക്കുക. നാളെ വൈകുന്നേരം പറ്റും. നീ അത് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കുക. ബാക്കി ഞാൻ വന്നിട്ട് നോക്കാം. क्या हो रहा है ये? आंटी झूठ बोल रही है. पर क्यों? उसके बेटे ने तो कुछ नहीं किया. കേസ് വേണ്ട. Yes. Don't proceed with the case. ആരും അറിയരുത്. കേസ് വേണ്ട സാർ. क्या हो रहा है ये?
നിന്റെ അമ്മയോട് ഞാൻ നടന്ന സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോ आप हमारे रिएक्शंस एंजॉय कर रहे हो, लेकिन कुछ लोग ऐसे हैं जिन्होंने चैनल को सब्सक्राइब नहीं किया हुआ है। मैं हर महीने एक लकी सब्सक्राइबर को 5000 रुपीज देने वाला हूँ, तो सब्सक्राइब नाउ एंड प्रेस द बेल नोटिफिकेशन। വേറൊരു പ്രതിയുടെ രൂപം പറഞ്ഞു. അത് കഴിഞ്ഞ് നിന്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ എനിക്ക് കാര്യം ഏകദേശം പിടികിട്ടി. बताओ क्या हुआ? എനിക്കത്ര ഉറപ്പുണ്ടായിട്ടും ഞാൻ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും നിന്റെ അമ്മ പരമാവധി പിടിച്ചു. എന്നിട്ട് അവസാനം കൈകൂപ്പി അവര് പറഞ്ഞു, ആരും അറിയരുത്, എന്റെ മകനാണ് ചെയ്തത്, ആരും അറിയരുത്. നീയോ God കഞ്ചാവ് hide കുത്തിക്കേറ്റി injured your സ്വന്തം mother. അമ്മയുടെ തലയടിച്ച് പൊട്ടിച്ചു. नशे में अपनी माँ को मार दिया। നിന്റെ കരച്ചിൽ എന്നിൽ ആത്മാർത്ഥി ഉണ്ടെങ്കിൽ, എൻ്റെ അമ്മയോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, ചെയ്തത് തെറ്റായി പോയി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പറ, നിനക്ക് എവിടെ നിന്നാണ് ഈ സാധനം കിട്ടുന്നത്? कहाँ से मिला? ആരാണ് സ്കൂളിൽ സപ്ലൈ ചെയ്യുന്നത്? बताओ सब। എവിടെയാണ് എവിടെയാണ് സാറേ കൊച്ചുകുടന്തറ പാലം കഴിഞ്ഞ് റൈറ്റ് കിട്ടിയിട്ട് പനപ്പള്ളിനഗറിലേക്ക് വരുന്നത്. ये जो है उस एक टॉपिक पे एक मूवी होती है, और इसमें सब चीजों को मस्त मिक्स कर दिया है। पकड़े गए। बोलो। ऐसे ही गए എന്താ സാറേ? സ്റ്റഫാണോ? Stuff? പിന്നെ മനസ്സിലാവാത്ത പോലെ. നിങ്ങളുടെ കയ്യില് കഞ്ചാവ് ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നാണ്. ഇല്ല സാറേ. എവിടെയാണ് സാധനം? എവിടെയാണ്? ഒന്നുമില്ല സാറേ. ഇല്ല സാറേ. लग ही रहा है। वो रहा। ആഹാ, സാറായിരുന്നു. അപ്പൊ ഉറപ്പായി. ഇല്ല സാറേ. സാറേ കടവന്തരയിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കയറിയാണ് സാറേ. വേറെ ഇവിടെ തൊട്ടടുത്ത് വരെ പോകാൻ വേണ്ടിട്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ, ഞാൻ വണ്ടി സെർച്ച് ചെയ്യട്ടെ. സാറേ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കണേ സാറേ. ഇതിപ്പോ വിടാം. ഒന്നറിയാം. എന്താണ് സാറേ കാര്യം? എന്താണ് സാറേ കാര്യം? ഇവിടെ മാറി. സാറേ എനിക്കൊന്നും അറിയാം ഇവിടെ മാറിക്കടാ. സാറേ. സാറേ സാറേ ഒന്നുമില്ല സാറേ. സാറേ ആരെങ്കിലും വെറുതെ വിളിച്ച് പറഞ്ഞേക്കും സാറേ. और ये വല്ലതും കിട്ടിയോടാ? പിന്നെ എന്താണ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് പരിപാടി? എനിക്ക് ഓരോന്ന് പൊളിച്ചിട്ടുണ്ട് സാറേ. अब मिलेगा ओए इतना सारा। അങ്ങോട്ട് കൊണ്ടുപോകട്ടെ സാറേ പ്ലീസ് സാറേ. പ്ലീസ് സാറേ. മേലെ ആവർത്തിക്കില്ല സാറേ. അബദ്ധം പറ്റിപ്പോയാണ് സാറേ. സത്യമായിട്ട് ഇനി മേലെ ആവർത്തി സാറേ. ഒന്ന് പറയില്ല സാറേ. ഇനി മേലെ ചെയ്യില്ല സാറേ. फर्स्ट गए। സാറേ നമുക്കൊന്നും അറിയാം സാറേ. ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല സാറേ. ഒന്നുമില്ല സാറേ. നമുക്ക് എടാ ഒരു ഗസ്റ്റ് ഓഫീസർ വിളിക്ക്. ആ തഹസിൽദാർ വിളിച്ചാൽ മതി, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വീട്ടിലിറങ്ങിയ പ്രശ്നമാണ് സാറേ. സാറേ സാറേ ये कौन? സാറേ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് പിടിച്ചാണ്. അവരുടെ വണ്ടിക്കുന്ന കുറച്ച് കഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേഹപരിശോധന നടത്താൻ വേണ്ടിയാണ് സാറിനെ വിളിച്ചത്. ओले फुल बॉडी सर्च। और कितना प्रोटोकॉल के साथ किया, लाइक उन्होंने अपने सीनियर को बुला के फिर उनकी परमिशन लेके किया। नहीं तो दूसरी मूवी में तो फटर हाथों हाथ। और ये ये कौन सी जगह है भाई छुपाने की? वहां से को नॉर्मली हाथ नहीं मारता ना। हाँ। ओह माय गॉड। सारे किलो है भाई। सैंपल पुलिस की सील। ഇതേ കണ്ടല്ലോ, ഒരു 5-6 കൊല്ലം അകത്ത് കിടക്കാനുള്ള വകുപ്പ് എന്നെ കൊണ്ട് 6 years. സെറ്റ് ചെയ്തിട്ടുണ്ട്. 6 ഇനി years in prison. ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. सेरेमनी സാറേ പ്ലീസ് സാറേ വീട്ടിലേക്ക് വിളിക്കില്ല സാറേ. ഞങ്ങൾ കടവന്തരല്ല ചുമ്മാ കറങ്ങാൻ പോയതാ. അപ്പൊ ബിനോയ് കാറിൽ ലിഫ്റ്റ് കയറിയതാ സാറേ. നിനക്ക് അറിഞ്ഞൂടായിരുന്നു ഇവരെന്താണ് പണിയുന്നുള്ളത് അല്ലേ? ഇല്ല സാറേ. നിന്റെ പേരെന്താടാ? നിന്റെ പേരെന്താടാ? Rizwan. നിനക്ക് ഇവനെ നേരത്തെ അറിയോ? സാറേ സത്യമായിട്ട് ഒന്നായിരിക്കും They are not involved. मान നീ गया। മിണ്ടരുത്. ഈ പിള്ളേരെ മൊത്തം ചീത്തയാക്കുന്ന ഇവനെ സാറേ. പക്ഷെ നെറിയുള്ളവനാണോ? കസ്റ്റമേഴ്സിന് ഒറ്റത്തില്ല അവൻ. हाँ कस्टमर को അതിന്റെ नहीं വീട് നമ്പർ पता എത്രയാടാ? വീട്ടിലേക്ക് വിളിക്കില്ല സാറേ. നിന്റെ വീട് നമ്പർ പറ. 974557 पूरा नंबर है। സാറേ പ്ലീസ് സാറേ വീട്ടിലേക്ക് പറയില്ല സാറേ. ടീഷർട്ട് ഊരാ. हाँ फिर नारियल से നിന്റെ कुटाई അടുത്ത് टाइप। ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള നിനക്കുള്ള സമ്മാനം തരാം. ടീഷർട്ട് ഊരാ. पर ये डीट हो चुका है। ആ നീ ഇവിടെ മുട്ടുകുത്തിയേ.
സാറേ എനിക്കല്ലേ സാർ ഇവിടെ വാടാ, മുട്ടത്തോടാ. സാറേ എനിക്കല്ലേ സാർ മിണ്ടരുത് നീ. നിന്റെ അടുത്ത് നിനക്ക് സ്കൂളിൽ പോയി കഞ്ചാവ് കൊടുക്കണം അല്ലേ? ഞാൻ ഇവിടെ എറണാകുളം വിട്ടു പൊക്കോളാം സാറേ. മുനിയടാ. പിന്നെ എന്താണ് എന്റെ പണി? കഞ്ചാവിപ്പിലാണ് എന്റെ പണി. എടോ, അങ്ങോട്ട് ബാക്കി ഇങ്ങോട്ട് വാടാ. അങ്ങോട്ട് കുടിഞ്ഞ് നിൽക്കണം. मारते हैं यार ये लोग। हम लोग स्कूल में गांजा खिला डिजर्व करता है वो। भारी भारी से सब लोग मार रहे हैं। സാറേ സാറേ ഒന്ന് പറയും സാറേ, ഇനി ഇടിക്കല്ല. അയ്യോ സാറേ, സാറേ സാറേ ഒന്ന് പറയും സാറേ, ഞാനിത് കൈ കൊണ്ട് തൊടൂല സാറേ. അയ്യോ അയ്യോ. നമ്മുടെ ഇടയൊന്നും അവനായിട്ടില്ല, അവൻ നൊട്ടോറിയസ് ക്രിമിനൽ അല്ലേ. अच्छा मार से फर्क ही नहीं पड़ता। Eat। ओ रेगुलर है। മൊത്തം പോഷിക്കുന്ന ഫോട്ടോസ് ആണോടാ? സാറേ അത് കഞ്ചാവല്ല സാറേ, അത് കുക്ക് വലിക്കുന്ന ഫോട്ടോസാ സാറേ. Obviously। പുക വലിച്ചിട്ട് അവന്റെ മുഖം പോലും കാണാൻ പാടില്ല. അവന്റെ എന്താണ് ചെയ്തേ? എന്ത്? നിങ്ങളുടെ മകൻ ഓടിച്ചിരുന്ന വണ്ടിയിൽ 2 किलो का weed। ഒന്നും ചെയ്തിട്ടില്ല അമ്മ, സത്യമായിട്ടൊന്നും ചെയ്തില്ല അമ്മ. ഇവന്റെ അച്ഛൻ എന്തേ? മെട്രിയില്ല സാറേ, आर्मी। വിളിച്ചിട്ടോട്ട് കിട്ടുന്നില്ല. എന്താ ചെയ്യണ്ടേന്നും അറിയില്ല. ബോർഡറിലാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അറിയില്ല. ओ ग्रैंडमदर। നിന്റെ അമ്മയാണോ അത്? എൻ്റെ അമ്മ സാറേ. അമ്മ ശരി. ഇവന്റെ അച്ഛനമ്മയ്ക്ക് എന്തേ? ഗൾഫിലാണ് സാറേ. മിഡിൽ ഈസ്റ്റ്. അമ്മച്ചി നമ്മൾ വിളിപ്പിച്ചെന്തിനാന്ന് വെച്ചാലേ एक और എന്താ? എനിക്ക് ഇവിടുന്ന് ഒരു കോള് വന്നിരുന്നു. എൻ്റെ മോൻ റിസ്വാൻ. ആ എസ്ഐയുടെ റൂമിലുണ്ട്. അവരെന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. ഇവന് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഇവൻ നടന്ന് കുരുത്തക്കേട് കാണിക്കണമെന്ന് എനിക്കറിയില്ല സാർ. कितनी എനിക്ക് इनोसेंट है പേടിയാണ് यार। സാറേ. എന്തൊരു സാറേ? നിങ്ങളുടെ മകൻ യാത്ര ചെയ്യുന്ന വണ്ടിക്കകത്ത് നിന്ന് 2 കിലോ കഞ്ചാവ് കിട്ടി. 3 കൊല്ലം ജയിലിനകത്ത് കൊണ്ട കേസാണ്. ये कैसे दिख रही है? ഇത് നമുക്കൊന്നും പറയാനില്ലേ. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കുറച്ച് ദിവസം ജയിലിൽ Let him be imprisoned? എന്നാലേ ഇവനൊക്കെ പഠിക്കും. वाओ ये ओ बिल्कुल भाई। स्ट्रेट फॉरवर्ड है। डाल दो उसको നിന്റെ जेल അച്ഛൻ में। എന്തേ? അവൻ്റെ വാപ്പച്ചി മരിച്ചു പോയതാ. His dad passed away. ഞാനൊരു സ്കൂൾ ടീച്ചറാ സാറേ. ഈ കൂട്ടത്തിലേക്ക് ആരെങ്കിലും നിങ്ങൾ അറിയോ? പക്ഷെ എപ്പോഴും എൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു അപകടത്തിൽ പോയി ചാടുന്നു. मदरली इंस्टिंक्ट होता है അങ്ങനെ ना, സംഭവിച്ചു. ट्रू होता है। सब सच ही हुआ। और उनका तो क्लियर है भाई, जो है सहन कर വല്ല കൂസിലുണ്ടോ നോക്കിയേ. നിങ്ങൾ രണ്ടെണ്ണം കൊടുക്കാൻ നോക്കേ. കാട്ടി കൊടുക്കണമെന്നുണ്ട് സാറേ. ഇവിടേക്ക് മുമ്പ് വെച്ച് എങ്ങനെയെന്ന് ओ കരുതിയിട്ടാ. सबके सामने नहीं मार सकती। ओ ये रियल थप्पड़ था, ये एक्टिंग नहीं थी भाई। यार ये बहुत स्ट्रेट लग रही है मुझे। ഇവനെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞപ്പോ മൂത്തോട് പറഞ്ഞതാ ഇവന്റെ പേരിൽ മുമ്പ് കരഞ്ഞു കരഞ്ഞ് ചാവൂന്ന്. പക്ഷെ അപ്പൊ ഞാൻ തീരുമാനം എടുത്തു, हाँ ഇനി I won't cry. ഇതിനു വേണ്ടി കരയില്ലാന്ന്. अरे रे नहीं रोक सकते आप ऐसे अपने आप को। ഇന്നലെ ഒരു ചെക്കൻ കഞ്ചാവ് വലിക്കാൻ കാശ് മോട്ടിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യുന്ന സ്വന്തം അമ്മയുടെ തലമണ്ടടിച്ച് പൊട്ടിച്ചു. സ്കൂളിൽ പഠിക്കുന്നവനാണ്. ഇമാരുടെ കൂട്ടുകാരനാണ്. ഇവന്മാരെ പോലുള്ള പിള്ളേര് ഈ സാമാനം കുത്തി കയറ്റി ബോധമില്ലാണ്ട് രാത്രി റോഡിൽ ഇറങ്ങിയാണ് സ്വന്തം പെങ്ങളെ ഇരുട്ടുവാക്കിയിട്ട് പിടിച്ച് റേപ്പ് ചെയ്യും. ഡൽഹി കേസ് കേട്ടല്ലേ? കൂട്ടത്തിലായിട്ടും മൈനർ ആയിരുന്നവനാണ് ആ പെങ്കുച്ചിനെ ഏറ്റവും ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തത്. Yeah. अरे रे भाई। ആമ്പിള്ളേരുണ്ടായപ്പോൾ നിങ്ങളോട് സന്തോഷിച്ചല്ലേ? പെമ്പിള്ളേർ സന്ധ്യ വീട്ടിലെത്തിയില്ലേ നിങ്ങൾ അന്വേഷിക്കും. ഇവന്മാരുടെ ഓരോ അന്വേഷിക്കണം. Yes. എവിടെ പോയി എന്ത് ചെയ്തു എല്ലാം അന്വേഷിക്കണം. ഇതേപോലെ ഒരു കേസിൽപ്പെട്ട ഇമാർക്ക് ഭാവിയിൽ ഒരു ജോലി വിദേശത്ത് പോകാൻ ഒന്നും പറ്റില്ല. ഭാവി കൂമ്പടച്ചു പോകും. बेचारी मदर्स। ഇപ്പൊ ഞാൻ വിട്ടേക്ക് നടത്തണേ. ഇനി മേല എന്തെങ്കിലും കേസ് വരെ എന്റെ മുമ്പിലെങ്ങാനും വന്ന് പെട്ട ഇവന്റെ അവസ്ഥ ഉണ്ടല്ലോ, പിന്നെ എണീറ്റ് നടക്കാൻ പറ്റത്തില്ല. നട്ടലിടിച്ച് കലയ്ക്കാൻ പഞ്ചസാര കുടിപ്പിക്കും. മനസ്സിലായോടാ? പൊക്കല്ല. ഈ മൊബൈൽ കൊണ്ടോ? बहुत एक अच्छी स्ट्रिक्ट वार्निंग मिली है इनको। अच्छा इनके पेरेंट्स को पता लग गया। इसके तो घर पे छितर परेड होगी। वो दूसरे उनकी मम्मियाँ बहुत इवना सेल्लर से emotional थी। बड़ा
घर के एक एक एरिया में मारा जाएगा उसे। उसको तो नहीं छोड़ रहे ये लोग। उसको तो छोड़ना भी नहीं, वो तो बड़ा है ना, माइनर नहीं है वो। Number 1 platoon, 3 by the left, quick march. Left, right, left, left, സ്കൂൾ കുട്ടികൾക്കിടയിൽ കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ എത്തുന്നതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. SPC കേഡറ്റ്സിന് അതുപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ അറിയിക്കണം. ഒരെണ്ണം ഒഴിച്ചത് നമ്മൾ ആന്റെ പഞ്ചായത്തിന്റെ മോനില്ലടാ. ഇന്നലെ കഞ്ചാവായിട്ട് പോലീസ് വിളിച്ചു. ആര് ജോലിയോ? അവൻ 8ലും 9ലും പഠിക്കുന്നത്. +2 പഠിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഞ്ചാവിന് ലഹരിക്കും അടിമകളാണ്. खुद दारू पी रहे हैं, कह रहे हैं आजकल के बच्चे सब ये सब कर रहे हैं। नीट लो नीट। ഹലോ അതല്ല നേരെ വന്നാൽ മതി നേരെ. സാറേ റോഡിന്റെ ലാസ്റ്റ് ലെഫ്റ്റിൽ അകത്തേക്ക് വന്നാൽ മതി. അവിടെ ഒരു ബസ് കട്ടപ്പുറത്ത് അതെ ആ സാർ അവിടെ നിർത്തൂ. ഞാൻ കണ്ടു ഓക്കെ സാർ. നല്ല വാട്ടർ ഫ്രണ്ട് ഉള്ള സ്ഥലം. അത് ശരി സാറ് തലമടിക്കാൻ വന്നാണ്. रेड पड़ रही है। ഓടുന്നതിന് മുമ്പ് ഒന്ന് 1 2 3 പറഞ്ഞേ. സാറേ ഗ്ലാസ് അങ്ങോട്ട് അല്ല ഓടുമ്പോ താഴെ. പണ്ടത്തെ പോലീസ് ആണെങ്കിലേ ഇടിച്ച് കോഞ്ഞാട്ടളക്കും. ഇപ്പൊ ജനമ ഇത്തിരി പോലീസ് അല്ലേ? ഇത്തിരി കാശ് കൊടുത്ത് ഊരി പോരാ. പോലീസിന് ഇപ്പൊ സ്ട്രോങ് ആയിട്ടിരിക്കണം. നമ്മളെന്തിനു മേടിക്കണത്? ഓടിക്കോ. अभी डरोगे। पुलिस से कौन डरता है? ओ भाई वो ऐसे भाग रहा है। कैसे फनी तरीके से भाग रहे हैं सब। गार्डन में पकड़म पकड़ाई खेल रहे हैं। अरे बेचारा ये तो पकड़ा ही जाएगा। अच्छा वो एक्टिंग कर रहे हैं कि मैं गाय के साथ ही था। अच्छा സ്റ്റാൻഡ് അപ്പ് യു ആർ അണ്ടർ അറസ്റ്റ്. उसे लगा वो उनका दूसरा बंदा है। ഞാൻ ഈ പശുവിനെ തിരിച്ചു കഴിഞ്ഞാ നമുക്ക് പോകാം. ആരുടെ പശു? चलो ഇവിടെ അടുത്ത് കടവലുണ്ടോ? സോഡ കുടിക്കാൻ. ओ एक तो पुलिस देखते കുറച്ച് ही सब डर जाते हैं। അല്ല വേണ്ട. कुछ था। ये कौन है? टर्न अराउंड आय अंकल ഇവനേതാ? എന്റെ പൊന്നു സാറേ എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാ ചേച്ചി എന്ന് പറഞ്ഞത് ഇപ്പൊ കയറി अरे तो വന്നിരുന്നതാണ്. कोई भी आएगा तो बिठा लोगे? यही तो है, पुलिस से कौन ही डरता है। हेलो जी പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ Quick സാർ. thinking. എന്റെ അടുത്ത് അതിന്റെ അഭ്യാസം അല്ലേ? എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സാറേ ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ട്. ഒതുക്കത്തി മേടിക്കാൻ നോക്കുന്നു. अरे പോലീസുകാരൻ്റെ അടുത്താണ് സ്ഥലക്കച്ചവടം. ഇടിച്ചതിന്റെ സെന്ററൊക്കെ എന്നാലുണ്ടോ? पूरा एरिया साफ कर देंगे ये तो इस मूवी में एक सपने की तरह ही आती है बस। സാറേ ആ മറ്റേ വിമൻ മിസ്സിംഗ് കേസിന്റെ പരാതിക്കാരനെ ദീർഘക്ഷണം വന്നിട്ടുണ്ട്. വരാൻ പറയും. चलो दोनों आ गए। और वो महिला का है വരൂ. ये रही। अच्छा वो भी आ गए जो भगा के लेके गया। सब आ गए भाई। चलो वो दोस्त भी जिसने बिट्रे किया हाँ और बेटी भी। ഇവന്റെ കൂടെയാണോ പോയത്? നിങ്ങൾ മാറിക്കടാ. क्यों किया भाई? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? इनकी बेटी तो दो उनको। നിങ്ങൾ വരുന്ന പുറത്തേക്ക് ഞാൻ സ്ട്രേറ്റ് സംസാരിക്കും. चलो उसका रीजन समझना है मेरे को। എന്താണ് നിങ്ങളുടെ ഭർത്താവിനുള്ള പ്രശ്നം? അയാൾ മദ്യപിച്ച് ഉപദ്രവിക്കുകയും ചെയ്യരുത്. കള്ളുകുടിക്കൊന്നുമില്ല. पीता नहीं है, ശരീരം നേരത്തില്ലേ? प्रोवाइड भी करता है, വേറെ സ്ത്രീകളായിട്ട് എന്തെങ്കിലും ബന്ധം? कोई अफेयर भी नहीं है। അയാൾക്ക് മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ? नो ചുരുക്കം പറഞ്ഞാൽ അയാൾക്കൊരു കുഴപ്പമില്ല. അയാളുടെ ഭാഗത്തൊരു തെറ്റുമില്ല. आप में कोई दिक्कत है? നിങ്ങൾ ഈ കുഴപ്പങ്ങൾ ഒപ്പിച്ചിട്ടും തിരിച്ചു വന്ന് സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് അയാൾ പറയുന്നത്. കൂടെ ജീവിക്കുന്നത് ശരിയാവില്ല സാർ. टॉर्चर മാനസികമായിട്ട് എനിക്കൊരു പൊരുത്തമില്ല. कांट एक्सेप्ट। कैसी बात होती है? കാര്യം എനിക്ക് മനസ്സിലായി. നിനക്ക് മറ്റവരോട് പ്രണയം അല്ലേ? प्यार की वजह से? സാറിനെ നിർബന്ധിക്കേണ്ട സാറേ. എങ്ങനെയെങ്കിലും अरे पर एंड क्यों कर रहे हैं? अरे रीजन तो होगा। സർ അവരുടെ വിളിക്ക്. പറ്റും. उसको पूछो लड़के को।
भाई क्या मसला है? ഞാൻ അവരോട് സംസാരിച്ചു. നിങ്ങളുടെ കൂടെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. സാർ ഞാൻ ഇന്നേ വരെ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞാൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. കാര്യമൊന്നുമല്ല, ഇവൾക്ക് അവരോട് പ്രണയം, അതന്നെ കാര്യം. അവൾക്ക് അവനോട് പോണാണ് സന്തോഷം. പക്ഷെ എനിക്ക് എന്റെ മോളില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല സാറേ. അത് ശരിയാവത്തില്ല സാറേ. സിന്ധു നീ വേണമെങ്കിൽ അവൻ്റെ കൂടെ പൊക്കോ, പക്ഷെ കൊച്ചിനെ എനിക്ക് വേണം. കൊച്ചിന് വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. എനിക്ക് മേലും കീഴും ഒന്നും നോക്കാനില്ല. നിങ്ങളുടെ ഇമോഷൻ എനിക്ക് മനസ്സിലാവും, പക്ഷെ എന്റെ മുമ്പിൽ ഇരുന്ന് വെല്ലുവിളിയും കാര്യങ്ങളൊന്നും ഭാഗത്ത് യാതൊരു തെറ്റും കാണുന്നില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ കൊച്ചു നിങ്ങളോട് സമ്മതം സാറേ. കൊച്ചിനെ കൊടുക്കാൻ എനിക്ക് സമ്മതമല്ല സാർ. നിങ്ങൾ ശരിയാവണം. എങ്ങനെയാണ് നമ്മളൊരു ഒത്തുതീർപ്പിൽ വിളിച്ചു വരുത്തിയത്? അപ്പൊ രണ്ടുപേരെ ഭാഗം ചിന്തിക്കണ്ടേ? ഒരു വിട്ടുവീഴ്ചയുടെ സംസാരിക്കണം. എന്താണ് ഇയാൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല കൊച്ചിനോട് ജീവിക്കണം എന്നുള്ളത്? അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചൊരു ഒത്തുതീർപ്പ് പറയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ കൊച്ചു അമ്മയുടെ കൂടെ, ശനി ഞായർ അച്ഛന്റെ കൂടെ. ഇത് സമ്മതം എഴുതി ഒപ്പിട്ട് വെക്കോ. കൊച്ചങ്ങേരുടെ അല്ല സാർ. കൊച്ചു സംഘടനന്റെ. भाई ये सुसाइड ना कर ले, इसको बचा लो। इतनी बड़ी हो गई थी बेटी अभी तक, तब तक इसी के साथ था। Oh my God। पर अब वो ये थोड़ी सोचेगा कि उसका वो था, वो तो अपना बेटी मानता था ना उसको हमेशा। ये कोई बाहर का शो थोड़ी चल रहा है, ही इज नॉट माय फादर। Oh my God। अरे इनके पास यस यार അല്ലേ സാറേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും 6 to 8 years की बेटी है, मतलब ये इतना पुराना है। तो इससे ही कर लेती शादी, फिर उनकी क्यों जिंदगी बर्बाद की? अबे यार बहुत गलत हो गया यार ये तो। अब जाओ, किसका मुंह देख रहे हो? सीनल कैसा आदमी है? इधर कैसा आदमी है तू? और उसका दोस्त था इतने टाइम पे। हाँ वो अलग। मुझे लग रहा है एक रैप्टा बनने वाला है। നിന്റെ ഒച്ചനാണോ? यस कैसे बोला? हाँ 5 years। എടീ വേലി ചാടിയ പശു കോല കൊണ്ട് ചാവുന്ന ഒരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. Get lost। ये लास्ट वाले आदमी का तो बहुत बुरा हुआ है भाई, इतने साल से। और जब उसकी वाइफ ने ये बात बोली ना कि भाई ये बच्ची उसकी नहीं है, तो भाई पैरों थले जमीन निकल गई। बिकॉज क्या आप एक्सपेक्ट कर रहे हो कि भाई चलो अभी अफेयर हुआ तो ही वाज लाइक, मतलब वो हर चीज़ फॉरगिव करने को रेडी था और वो हर चीज़ में अच्छा था। लाइक वो कहते हैं ना कि लाइक लड़कियों को गुड लड़के नहीं पसंद आते, वो बैड पसंद आते हैं। वो पूरी मतलब इसकी स्टोरी वही थी। बिकॉज कैसे वो फटाफट उसके दूसरे लड़के के साथ चली गई है और इतने साल से उसका बेस्ट फ्रेंड भी था, सब कुछ था। बहुत ज़्यादा हार्ट ब्रेकिंग था। और ऑल्सो बहुत हार्ट ब्रेकिंग वो सीन वही था कि वो कह रहे थे कि इस सब के बावजूद भी वो एक्सेप्ट कर रहे हैं उनको, फिर भी वो कह रही थी नहीं नहीं नहीं, इंडिया एंड जाके हमको पता लगा। ऑल्सो वो ड्रग केस की भी बात करें तो यार इतने जवान लड़के पूरे बिगड़ रहे हैं, वो सप्लायर पकड़ा गई, ये बहुत ही अच्छी बात हुई। हाँ यार बिल्कुल सही बात है। और कैसे मतलब उनकी जो मदर्स थी उनका भी उनमें एकदम रियलिस्टिक वाला रोल दिखाया गया था। और प्लस मुझे ये बात काफ़ी अच्छी लगी, कैसे पहले ना एक बहुत सा सेंसिटिव सा केस आ जाता है, फिर बीच में एक दूसरा कोई फनी केस आ जाता है जिसमें ना सारे मतलब हम सब व्यूअर्स ऐसे देख रहे तो हम एकदम एक फनी मोड में चले जाते हैं और फिर से कोई वापस सेंसिटिव केस आ जाता है। और इसमें हर किसी के लिए एक मैसेज था। और साथ में रिजवान की मम्मी ने जो थप्पड़ मारा था उसको, वो तो रियल इतना मतलब, क्योंकि नॉर्मली अगर आप मूवीज में देखो तो आपको पता लगता है कि थप्पड़ झूठा था बिकॉज वो मारते हैं और वो घूम जाता है उसका सर, लेकिन यहाँ तो पूरा गाल पे इम्पैक्ट दिखा है। तो भाई आप लोगों को कैसा लगा कमेंट सेक्शन में जरूर बताएगा। जैसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए। बाय।